ബാഴ്സലോണ വേഴ്സസ് സെൽട്ട വിഗോ മാച്ച്. ബാഴ്സലോണ ലെവൻഡോസ്കി കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു ഹാട്രിക് അടിച്ചു. ഓക്കെ, അത്ര കാലമൊന്നുമില്ല, ഈ സീസണിൽ ഫസ്റ്റ് ടൈം ആണെന്ന് മാത്രം, അല്ലാത്ത കുഴപ്പമൊന്നുമില്ല. പിന്നെ ലമീൻ യമാൽ ഫോം ആവുന്നു. പക്ഷേ ഈ ബാഴ്സലോണയുടെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ഡിഫൻസ് തന്നെ ദുരന്തം ഡിഫൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ്സ് എ ഫാക്ട്. ബാഴ്സലോണയുടെ ഓഡിയൻസും അതിപ്പോൾ കുറേയൊക്കെ അക്സെപ്റ്റ് ചെയ്ത് വരുന്നു എന്ന് തന്നെ വിചാരിക്കുന്നു. കാരണം ഡിഫെൻസീവ്ലി അരാഹുവ പിന്നെ അതുപോലെ തന്നെ കുബാർസി ആണ് ഇന്ന് ഹാൻഡിൽ ചെയ്തത്. പറ്റുന്നില്ല. ഓക്കെ, ഈവൻ ഇഫ് സെൽട്ട വിഗോ വരെ അവർ എത്ര ഈസി ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തത്. സെൽട്ട വിഗോക്ക് നല്ല ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഷെസ്നിയാണ് കുറേയൊക്കെ സേവ് ചെയ്ത് കളഞ്ഞത്. ഡിഫെൻസീവ്ലി ആ ഒരു ഹൈ ലൈൻ സ്പ്ലിറ്റ് ആവുന്നുണ്ട്, ബ്രീച്ച് ആവുന്നുണ്ട് നല്ലപോലെ. അറിയില്ല ഹൻസി ഫ്ലിക്ക് എന്ത് ചെയ്യും എന്നുള്ളത്. ഇനി നെക്സ്റ്റ് ചാമ്പ്യൻസ് ലീഗ് ഉള്ളത് സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ പോയിട്ട് ചെൽസിയുമായിട്ടൊക്കെയാണ് മാച്ച് ഉള്ളത്. പറയാൻ പറ്റില്ല കേട്ടോ, ചിലപ്പോൾ ബാഴ്സ വിജയിക്കും. ബാഴ്സലോണയാണ്, വിശ്വസിക്കാൻ പറ്റില്ല. ന്യൂ കാസിൽ യുണൈറ്റഡിനായിട്ട് നമ്മൾ ഇതൊക്കെയായിരുന്നു പ്രതീക്ഷിക്കുന്നത്. പക്ഷേ റാഷ്ഫോർഡ് പെട്ടെന്ന് ഫോമായി 2 ഗോൾ സ്കോർ ചെയ്ത് വിജയിച്ചു. പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ആ ഒരു ഡിഫൻസ് ഹൈ ലൈൻ ഇത് ഭയങ്കര പ്രശ്നമാണ് ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം. ഞാൻ നോക്കുന്ന സമയത്ത് ദിസ് ഈസ് സ്ട്രിക്ട്ലി മൈ ഒപ്പീനിയൻ. പലർക്കും പല ഒപ്പീനിയൻസ് ആയിരിക്കും. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. സോ അങ്ങനെ ആ ഒരു ബാഴ്സലോണയുടെ ആ ഒരു ഡിഫെൻസീവ് പ്രശ്നം കൊണ്ടാണ് ആ ഒരു 2 ഗോൾ വന്നതെന്നാണ് എൻ്റെ ഒരു നിഗമനം. എനിക്ക് കണ്ടപ്പോൾ അതാ തോന്നിയത്. 4-2 എന്നുള്ളൊരു സ്കോറിന് സെൽറ്റ വിഗോയോട് വിജയിച്ചു. FA മാച്ചാണ്, 3 പോയിൻറ്റ്സ് കളക്ട് ചെയ്തു. നല്ല കാര്യം തന്നെയാണ്. ക്ലബ് ബ്രൂഗെ ബെൽജിയത്ത് പോയിട്ട് 3-3 എന്നുള്ളൊരു സ്കോറിന് സമനിലയിൽ ആയതിനു ശേഷം പിന്നെ ഇവിടെ സെൽറ്റ വിഗോയിൽ വന്ന് ഇവിടെ 4-2 എന്നുള്ളൊരു സ്കോറിന് വിജയിക്കുന്നു. കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നു. നല്ല കാര്യം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, ലെവൻഡോസ്കി ഫോം ആവുന്നു, യമാൽ ഫോം ആവുന്നു, ഈ റാഫീനിയും കൂടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു അറ്റാക്ക് പെർഫെക്റ്റ്. റാഷ്ഫോർഡ് വളരെ നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. ഇന്നത്തെ മാച്ചിൽ 2 അസിസ്റ്റ് ഉണ്ട്. പലരും പറയുന്നുണ്ട് റാഷ്ഫോർഡ് ബാഴ്സലോണയ്ക്ക് കിട്ടിയൊരു ലോട്ടറിയാണ് എന്നൊക്കെ പലരും പറയുന്നുണ്ട്. ഓക്കെ, ലോണിൽ കിട്ടിയൊരു ലോട്ടറിയാണ് റാഷ്ഫോർഡ് എന്നൊക്കെ പലരും പറയുന്നുണ്ട്. പല ജേർണലിസ്റ്റുകളും പറയുന്നുണ്ട്. സത്യമാണ്. 6 ഗോളും 8 അസിസ്റ്റും ഈ ഒരു സീസണിൽ ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്ത് റാഷ്ഫോർഡ് കൊണ്ടുപോകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് സീസണാണ്. ലാസ്റ്റ് 3 സീസണൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ പ്രൈം സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ കളിക്കുന്നത് പിന്നെ ഈ ഒരു സീസണിലാണ്. അതാണ് റാഷ്ഫോർഡിൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. സോ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ റാഷ്ഫോർഡ് ബാഴ്സലോണയൊക്കെ വളരെയധികം നന്നായിട്ട് തന്നെ ഉപകാരം ചെയ്യുന്നുണ്ട്. ഓക്കെ, നല്ലതുപോലെ തന്നെ ടീമിന് അത്യാവശ്യമുള്ള സമയത്ത് പോകുന്നുണ്ട്. പിന്നെ അവർ എൽ ക്ലാസിക്കോയിൽ ഫോം ആയില്ല. റാഷ്ഫോർഡിനെ സംബന്ധിച്ചിടത്തോളം എൽ ക്ലാസിക്കോ എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസാണ്. എങ്ങനെയാണിത്? അതും സാന്റിയാഗോ ബെർണാബിയിൽ അവിടെ പോയിട്ടാണ് കളി. ഓക്കെ, ഇനി ചിലപ്പോൾ നെക്സ്റ്റ് മാച്ച് വരുന്ന സമയത്ത് റാഷ്ഫോർഡ് യൂസ്ഡ് ആയി. അപ്പോൾ അദ്ദേഹത്തിന് ഐഡിയ കിട്ടി ഇനി എങ്ങനെ എൽ ക്ലാസിക്കോയിൽ ബിഹേവ് ചെയ്യണം. സാധാ ലാലിഗ മാച്ചസും എൽ ക്ലാസിക്കോയിൽ ഡിഫറൻറ്റാണ്. ഓക്കെ, റയൽ മാഡ്രിഡിനെതിരെ കളിക്കുന്ന സമയത്ത് ബാഴ്സലോണ ദാറ്റ്സ് എ ഹ്യൂജ് റൈവൽ. സോ അതിനനുസരിച്ച് ആ ഒരു മെൻറ്റാലിറ്റി വേണം, ആ ഒരു ക്രൗഡിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം, ആ ഒരു പ്രഷറെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. ഓക്കെ, പ്രീമിയർ ലീഗിൽ എല്ലാ മാച്ചസും അതുപോലെയാണെങ്കിൽ ഇവിടെ ഒരു എൽ ക്ലാസിക്കോ മാത്രമേ ഉള്ളൂ. പക്ഷേ അതൊരു ഹ്യൂജ് പ്രഷറാണ്. അതാണ് ആ ഒരു ഡിഫറൻസ്. അതുകൊണ്ടാണ് റാഷ്ഫോർഡിന് ആ ഒരു ഫസ്റ്റ് മാച്ചിൽ തിളങ്ങാൻ പറ്റാത്തത് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. നെക്സ്റ്റ് എൽ ക്ലാസിക്കോ വരുന്ന സമയത്ത് റാഷ്ഫോർഡ് സെറ്റാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, സ്ട്രിക്ട്ലി മൈ ഒപ്പീനിയൻ, ഞാൻ വീണ്ടും പറയുന്നു. പിന്നെ ബാഴ്സലോണ ഇപ്പോൾ 2ാം സ്ഥാനത്താണ്. റയൽ മാഡ്രിഡ് അവിടെ റയൽ വയക്കാനക്കെതിരെ സമനില പിടിച്ചതുകൊണ്ട് തന്നെ ബാഴ്സലോണ 2ാം സ്ഥാനത്തോട്ട് കുതിച്ച് കയറിയിട്ടുണ്ട്. ആ ഒരു ഫസ്റ്റും സെക്കൻഡും തമ്മിലുള്ള ആ ഒരു അകലം കുറഞ്ഞിട്ടുണ്ട്. 12 മത്സരങ്ങളിൽ നിന്നും 28 പോയിൻ്റാണ് ബാഴ്സലോണക്ക്. 12 മത്സരത്തിൽ നിന്നും 31 പോയിൻ്റാണ് റയൽ മാഡ്രിഡ്. കഴിഞ്ഞ സീസണിലും ഇതുപോലെയായിരുന്നു. റയൽ മാഡ്രിഡ് ആയിരുന്നു മുന്നിലുണ്ടായിരുന്നത്. പിന്നെ ബാഴ്സലോണ കുതിച്ച് കയറിയതാണ്. നമുക്ക് എല്ലാവർക്കും നല്ല പോലെ ഓർമ്മയുണ്ടത്. പറയാൻ പറ്റില്ല, ബാഴ്സലോണ കയറും. നെക്സ്റ്റ് എൽ ക്ലാസിക്കോ ഒക്കെ വിജയിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഹാൻസി ഫ്ലിക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇറക്കി വിട്ടത്. ഫസ്റ്റ് ഗോൾ കീപ്പർ ഷെസ്നി തന്നെയാണ്. ഇവാൻ ഗാർസിയ എത്തിയിട്ടില്ല. ഷെസ്നി ഫസ്റ്റ് ഗോൾ കീപ്പറാണ്, നല്ല കേട്ടോ ഗോൾ കീപ്പർ ഷെസ്നി. പിന്നെ അതുപോലെ തന്നെ ഡിഫൻസിൽ അരാഹുവയും കുബാർസിയും ആണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. റൈറ്റ് ബാക്കിൽ എറിക് ഗാർസിയ ആയിരുന്നു. കൂണ്ടയല്ല, കൂണ്ടയ്ക്ക് റെസ്റ്റ് കൊടുക്കണം. കൂണ്ട ഈ ഒരു സീസണിൽ ഭയങ്കര ഫോം ഔട്ടാണ്, ഭയങ്കര ഫറ്റീഗാണ് എന്നൊക്കെ പറയേണ്ട ഒരു സിറ്റുവേഷനാണ് കൂണ്ടയുടെ. പലരും വന്ന് ബീറ്റ് ചെയ്ത് പോകുന്നുണ്ട്, കൂണ്ടേനെ ഈസി ആയിട്ട് ബീറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അത് കൂണ്ടയ്ക്ക് നല്ലപോലെ ഒരു കോൺഫിഡൻസ് നല്ലപോലെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് റെസ്റ്റ് കൊടുത്തത് എന്തായാലും നന്നായി, നല്ല കാര്യം. ഓക്കെ, പെഡ്രിക്ക് റെസ്റ്റ് വരെ റെഡ് കാർഡ് കിട്ടി റെസ്റ്റ് കിട്ടിയില്ല. അതേമാതിരി പറഞ്ഞ പോലെ നല്ല കാര്യം. പെഡ്രിക്ക് ഇപ്പോൾ ഇഞ്ചുറിയാണ്, ഒരു 2 വീക്ക് റെസ്റ്റ് കൊടുക്കട്ടെ. കാരണം ബാഴ്സലോണക്ക് ആവശ്യമുണ്ട് പെഡ്രിയും കൂണ്ടേനൊക്കെ. നെക്സ്റ്റ് വരും മാച്ചസ് ലൈന് ബിഗ് ഗെയിംസ് വരുന്ന ഈ ചാമ്പ്യൻസ് ലീഗിൽ നോക്കൗട്ടൊക്കെ വരുന്ന സമയത്ത് ഈ പ്ലേയേഴ്സിന് ആവശ്യമുണ്ട്. അപ്പോൾ കുറച്ച് റെസ്റ്റ് കൊടുക്കുന്നത് നല്ലതാണ്. എറിക് ഗാർസിയ റൈറ്റ് ബാക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഹാൻഡിൽ ചെയ്തു, അത്രേ പറയാൻ പറ്റുള്ളൂ. ലെഫ്റ്റ് ബാക്കിൽ ബാൾഡെ, കസാഡോയും ഫ്രാങ്കി ഡിയോങ്ങും മിഡ്ഫീൽഡിൽ. ഫ്രാങ്കി ഡിയോങ് ഒന്ന് റെഡ് കാർഡ് മേടിച്ചു. അതിലോട്ടൊക്കെ വരാം. അത് ആ ഒരു നമ്പർ 10 റോളിൽ ഫെർമിൻ ലോപ്പസ്, റൈറ്റിൽ ആരാണ് ഫെറാൻ ടോറസ്, ലെഫ്റ്റിൽ നമ്മുടെ റാഷ്ഫോർഡ്. ഫെറാൻ ടോറസോ? റൈറ്റിൽ ലമീൻ യമാൽ, ലെഫ്റ്റിൽ റാഷ്ഫോർഡ്.
സ്ട്രൈക്കറായിട്ട് ലെവൻഡോസ്കി അങ്ങനെയായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. തുടക്കം തന്നെ അറ്റാക്കായിരുന്നു, നല്ല അറ്റാക്കായിരുന്നു. തുടക്കം തന്നെ ഫെർമിൻ ലോപ്പസിൻ്റെ ഒരു ഷോട്ട് മറ്റേ സെൽറ്റ വിഗോയുടെ ഡിഫൻഡറിൻ്റെ കൈമ തട്ടി അത് ഹാൻഡ് ബോളായി ഫ്രം ഇൻസൈഡ് ദ പെനാൽറ്റി. വാർ ചെക്ക് ചെയ്ത സമയത്ത് പ്രോപ്പറായിട്ട് ആ ചങ്ങ ഇങ്ങനെ വെച്ചത് തന്നെയാണ്, പെനാൽറ്റിയാണ്, ഒന്നും ചെയ്യാനില്ല. പെനാൽറ്റി റഫറി കൊടുത്തു, ലെവൻഡോസ്കി അത് ഗോളാക്കി മാറ്റുന്നു. ഗോൾ കീപ്പറിൻ്റെ കയ്യിലൊക്കെ തട്ടി, പക്ഷേ അത് ഉള്ളിൽ തന്നെ പോയി. അങ്ങനെ 1-0 എന്നുള്ളൊരു സ്കോറിന് ബാഴ്സലോണ മുന്നിലെത്തുന്നു. അതിൻ്റെ റിപ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നൊന്നര റിപ്ലേ ആണ്. സെൽറ്റ വിഗോയുടെ അതായത് ബാഴ്സലോണയുടെ ഒരു അറ്റാക്ക് അത് സെൽറ്റ വിഗോയുടെ മിഡ്ഫീൽഡർ കൈ കിട്ടി. അവൻ എന്ത് ചെയ്തു, കരേരാസ് എന്ന് പറഞ്ഞ പ്ലെയറിന് കൊടുത്തു. പക്ഷേ കരയാണ് അത് തുടങ്ങിയത്, അത് മിഡ്ഫീൽഡറിന് കൊടുത്തു. കര എന്ത് ചെയ്തു, വൺ ടച്ച് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു ഓടി. അതായത് അങ്ങോട്ടേക്ക് മീൻസ് ബാഴ്സലോണയുടെ ബോക്സിലോട്ടാണ് ഓടി. അത് സെൻട്രൽ ലൈനിൻ്റെ അവിടെ നിന്നാണ്. ബാഴ്സലോണ എന്ത് ചെയ്തു, അവിടെ ഹൈലൈൻ ഇട്ടു. ഹൈലൈൻ അവിടെ ബ്രീച്ചായി. ഓക്കെ, അത് പൊളിച്ചു. ആ ഒരു ഡിഫൻസിൻ്റെ ആ ഒരു ലൈൻ അങ്ങോട്ട് പൊളിച്ചു. സെൻട്രൽ ലൈൻ തന്നെയായിരുന്നു അവരുടെ ഹൈലൈൻ. അത് പൊളിച്ചിട്ടാണ് ഈ ചങ്ങായി കരയെ ഓടിയത്. അതും കൊണ്ട് അങ്ങനെ ഓടി ഷോട്ടടിച്ചു. ബാൾഡയും കുബാർസിയും ട്രൈ ചെയ്തു, സ്ലൈഡ് ചെയ്തു, അത് കിട്ടിയില്ല. 1-0 എന്നുള്ള സ്കോറിന് 1-1 എന്നുള്ള സ്കോറായിട്ട് സമനിലയായി. അതാണ് പറഞ്ഞത്, ഹൈലൈൻ നല്ലപോലെ ബ്രീച്ച് ആവുന്നുണ്ട്, എവിടെയോ കിട്ടുന്നുണ്ട് ആ ഒരു നാക്ക്. ഇൻവൻ ലാലിഗ ടീമിന് പോലും കിട്ടുന്നുണ്ട്. ചാമ്പ്യൻസ് ലീഗിലൊക്കെ ഇപ്പോൾ ഈസി ആയിട്ട് കിട്ടില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്കറിയില്ല, ഇത്രയും ഒരു ലോ ഇൻറ്റൻസിറ്റി ഡിഫൻസാണ്. അറിയില്ല, നിങ്ങളുടെ ഒരു അഭിപ്രായം ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോ. എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നതെന്ന് മാത്രം. സോ അങ്ങനെ 1-1 സ്കോറായിട്ട് മാറി. പിന്നെ രണ്ടാമത്തെ ഗോള് ലെവൻഡോസ്കി തന്നെയാണ് ആ ഗോൾ സ്കോർ ചെയ്തിട്ടുള്ളത്. റാഷ്ഫോർഡിൻ്റെ ഒരു ക്രോസിൽ നിന്നും ലെവൻഡോസ്കി ഒരു ടാപ്പിനിലൂടെ ഗോൾ കീപ്പറിൻ്റെ നടയിലൂടെ ആ ഒരു ബോൾ അടിക്കുന്നു. അങ്ങനെ 2-1 സ്കോറിന് മുന്നിലെത്തും. അതിന് റിപ്ലൈ ആയിട്ട് ഫസ്റ്റ് ഹാഫ് തന്നെ 43-ാമത്തെ മിനിറ്റിൽ സെൽറ്റ വിഗോയുടെ റൈറ്റ് വിങ്ങറിന് ഒരു ബോൾ കിട്ടുന്നു. ആ ചങ്ങായി അത് സ്ട്രൈക്കറിന് കിട്ടുന്നു. സ്ട്രൈക്കർ ഫസ്റ്റ് ടൈം ഷോട്ട് ഗോളാവുന്നു. ഇത് ഇഗ്വലിസോ അങ്ങനെ എന്തോന്നാണ് ആ ഗോൾ സ്കോർ ചെയ്ത ചങ്ങായിൻ്റെ പേര്, എനിക്ക് കറക്റ്റ് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് കേട്ടോ. അങ്ങനെ 2-2 എന്നുള്ള സ്കോറായിട്ട് മാറുന്നു. പക്ഷേ ബാഴ്സലോണ വിടില്ല. മൂന്നാമത്തെ ഗോള് ഫസ്റ്റ് ഹാഫിൽ തന്നെ തീർത്തു. എങ്ങനെ, റാഷ്ഫോർഡ് ഒരു ക്രോസ് കൊടുക്കുന്നു, അത് സെൽറ്റ വിഗോയുടെ ഡിഫൻഡർ തട്ടി ലമീൻ യമാലിൻ്റെ കൈ കിട്ടുന്നു. ലമീൻ യമാൽ ഫസ്റ്റ് ടൈം ഷോട്ട് ഗോളായി. യമാൽ ഫോമായി, യമാൽ ഗോളായി. യമാൽ 2-3 കഴിഞ്ഞ 3-4 മാച്ചസിൽ കിട്ടില്ല കേട്ടോ. അടിപൊളി, ഒന്നുമില്ല, അതായത് തുറക്കുന്നില്ല, വളരെ ഡീസൻ്റായിട്ട് കളിക്കുന്നു, പോകുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ കളിച്ചാൽ മതി. നല്ല പ്ലെയറാണ്, ജനറേഷണൽ ടാലൻറ്റ് ലമീൻ യമാൽ. അതിലൊന്നും ഇവിടെ ആർക്കും സംശയമില്ല. നമ്മൾ വീണ്ടും പറയും, കഴിവുണ്ട്, പൊട്ടൻഷ്യലുണ്ട്, വായ അടച്ചു വെച്ചാൽ മതി എന്ന് മാത്രം. ആവശ്യമുള്ള സമയത്ത് തുറന്നു, കുഴപ്പമില്ല. അനാവശ്യമായിട്ട് തുറക്കരുത്, അഹങ്കരിക്കരുത് എന്നൊക്കെ നമ്മൾ പറയുന്നേ ഉള്ളൂ. സ്ട്രിക്ട്ലി ഞാൻ വീണ്ടും പറയുന്നു, എല്ലാം എൻ്റെ ഒപ്പീനിയനാണ്, നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഒപ്പീനിയൻ ആയിരിക്കും. അങ്ങനെ ലമീൻ യമാൽ ഫോം ആവുന്നു. ലമീൻ യമാൽ ഫോം ആയാൽ പിന്നെ ബാഴ്സലോണയെ പിടിക്കാൻ കിട്ടാൻ നല്ല പണിയാടേ. സത്യസന്ധമായിട്ട് പറയല്ലോ, ബാഴ്സലോണയുടെ ആ ഒരു മിഡ്ഫീൽഡും ലമീൻ യമാൽ റാഫീനയൊക്കെ ആയിരുന്നു കഴിഞ്ഞ സീസണിൽ അവരുടെ സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവരൊക്കെ ഒന്ന് ഫോമായി കഴിഞ്ഞാൽ തന്നെ ബാഴ്സലോണയെ പിടിക്കാൻ കിട്ടില്ല. ഒരു നല്ല ടീം, ജയൻറ്റ് ടീം തന്നെ. കഴിഞ്ഞ സീസണിലെ ബാഴ്സലോണ ടീം തന്നെ ആവാൻ പറ്റും ബാഴ്സലോണക്ക്. ഓക്കെ, അങ്ങനെ ലമീൻ യമാൽ ഫോം ആവുന്നു. അങ്ങനെ ഫസ്റ്റ് ഹാഫ് അങ്ങനെ കഴിയുന്നു. 3-2 എന്നുള്ള സ്കോറിന് ബാഴ്സലോണ മുന്നിൽ നിന്ന് കണ്ട് തന്നെ ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിൽ പോയി സെൽറ്റ വിഗോ കുറേ ചേഞ്ചസ് ഒക്കെ നടത്തി. അവർ ഗോൾ സ്കോർ ചെയ്യാൻ കുറേ ട്രൈ ചെയ്തു, പക്ഷേ അവർക്ക് അതൊന്നും കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് റാഷ്ഫോർഡിൻ്റെ ഒരു കോർണറിൽ നിന്നും ലെവൻഡോസ്കി ഒരു ഫ്ലിക്ക് ഹെഡിലൂടെ ആ ഒരു റൈറ്റ് പോസ്റ്റിലോട്ട് അങ്ങോട്ടോട്ട് അടിക്കുന്നു. വിഡ് വർക്കിൽ തട്ടി ഉള്ളിലേക്ക് പോകുന്നു, ഗോളാവുന്നു. അങ്ങനെ 4-2 എന്നുള്ള സ്കോറായിട്ട് മാറുന്നു. അത് കഴിഞ്ഞിട്ട് ലമീൻ യമാലിന് വീണ്ടും ഒരു ഓപ്പൺ ചാൻസ് കിട്ടിയിരുന്നു. ഫെറാൻ ടോറസിനെ കൊണ്ടുവന്നിരുന്നു. എനിക്ക് തോന്നുന്നു ഫെർമിനെ ഓൽമോയെ മാറ്റിയിട്ടാണ്, ഓൽമോയല്ല വേറെ ആരോ എന്നാണ്, എനിക്ക് ഓർമ്മയില്ല. ഫെറാൻ ടോറസ് വന്നിരുന്നു. ഫെറാൻ ടോറസ് ഒരു ബോൾ ഹാർഡ് വർക്ക് ചെയ്ത് സെൽറ്റ വിഗോയുടെ കയ്യിൽ നിന്നും എടുക്കുന്നു, അവരുടെ ബോക്സിൽ നിന്ന് എടുക്കുന്നു. അത് ലമീൻ യമാലിന് കിട്ടുന്നു. ലമീൻ യമാൽ നേരെ അത് കൊണ്ടുപോയിട്ട് ഷോട്ട് അടിക്കുന്നു. വുഡ് വർക്ക് തട്ടുന്നു, പുറത്തു പോകുന്നു. അത് അങ്ങനെ മിസ്സായത് നല്ലൊരു ചാൻസ് ആയിരുന്നു ലമീൻ യമാലിനെ സംബന്ധിച്ചു. ഫസ്റ്റ് ഹാഫിൽ റാഷ്ഫോർഡിൻ്റെ ഒരു ചാൻസ് ഉണ്ടായിരുന്നു, വുഡ് വർക്ക് തട്ട് പോയി. അത് കുറേ ആൾക്കാർക്ക് ചാൻസ് കിട്ടിയിരുന്നു. ആദ്യം ഫെർമിൻ ലോപ്പസ് അടിച്ചു, ബ്ലോക്ക് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് അത് റാഷ്ഫോർഡിന് റീബൗണ്ട് കിട്ടി, റാഷ്ഫോർഡ് അടിച്ചു, പോസ്റ്റുമ്പോൾ തട്ടിപ്പോയി. അത് കഴിഞ്ഞ് ലെവൻഡോസ്കിക്ക് ഒരു ചാൻസ് കിട്ടി, ഗോൾ കീപ്പർ സേവ് ചെയ്തു. 3 ചാൻസ് അടുപ്പിച്ച് കിട്ടി, പക്ഷേ ഗോളായില്ല ചെയ്തു. പക്ഷേ ബട്ട് സ്റ്റിൽ ബാഴ്സലോണയുടെ അറ്റാക്കിൻ്റെ നല്ലൊരു അറ്റാക്കായിരുന്നു അത്. ഓക്കെ, സ്ട്രിക്ട്ലി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫ്രങ്കി ഡിയോങ്ങിന് എക്സ്ട്രാ ടൈമിൽ റെഡ് കാർഡ് കിട്ടുന്നത്. ഫ്രങ്കി ഡിയോങ്ങിന് റെഡ് കാർഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ബാക്ക് ഫയറാണ്. ഓൾറെഡി പെഡ്രി പോയി, പെഡ്രി ഇഞ്ചോർഡാണ്. ഫ്രങ്കി ഡിയോങ്ങും കൂടി അടുത്ത മാച്ചിൽ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലിഗയിലാണ്. അടുത്ത മാച്ചിൽ ലാലിഗയിൽ ഏതാണ് ബാഴ്സലോണയ്ക്കൊന്നും എനിക്കറിയില്ല, അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ ഇട്ടോ. അപ്പോൾ ആ ഒരു ടീമിനെതിരെ നല്ല ടീമൊക്കെ അത്ലറ്റിക്കോ മാഡ്രിഡ് പോലത്തെ ഒരു ടീമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രങ്കി ഡിയോങ് നല്ലപോലെ മിസ്സാവും. ഒരു ബിഗ് ഗെയിം ആണെന്നുണ്ടെങ്കിൽ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാച്ചാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉറക്കുന്ന VRL, അത്ലറ്റിക്കോ മാഡ്രിഡ്, അത്ലറ്റിക് ക്ലബ് ബിൽബാവോ, ഈ ടീമിലൊക്കെ എതിരേറ്റാണെന്നുണ്ടെങ്കിൽ ഫ്രങ്കി ഡിയോങ് ഇല്ലാത്ത നല്ലൊരു മിസ്സാവും. കസാഡോയും പിന്നെ ആരായിരിക്കും മിക്കവാറും പെഡ്രി ഇല്ല, മിക്കവാറും ആ ഒരു 17-18 വയസ്സുള്ള ചങ്ങയുണ്ടല്ലോ, അനേകാരം ഇറക്കാണ്ടാവുക.
അതേ ഉള്ളൂ. ബാഴ്സലോണക്ക് പിന്നെ ബാക്കപ്പ് ചോയ്സ് ഒന്നും ഇല്ലല്ലോ, ആരെയും കൊണ്ടുവന്നിട്ടില്ല മിഡ്ഫീൽഡിലോട്ടൊന്നും. വളരെ കുറച്ച് പ്ലേയേഴ്സ് മാത്രമേ അവർക്ക് സബ്ബിലുള്ളൂ. അതാണ് ഇഞ്ചുറി ആയി കഴിഞ്ഞാൽ ബാഴ്സലോണ നല്ലപോലെ സ്ട്രഗിൾ ചെയ്യുന്നത്. ആരുമില്ല. ബാഴ്സലോണയുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷനൊക്കെ തന്നെയാണ്. ബട്ട് സ്റ്റിൽ ഇത്രയും വലിയൊരു ടീമിന് ഇങ്ങനെ ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ വന്ന് പ്ലേയേഴ്സിനെ കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തറ്റിക്കാണ്. വേറെ ഒന്നും പറയാനില്ല അതിലൊന്നും. ഓക്കെ, അങ്ങനെയൊന്നും വരാൻ പാടില്ല. പക്ഷേ അങ്ങനെ വന്നു, അറിയില്ല. നമുക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ബാഴ്സലോണയുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവരുടെ 1:1 റൂളും എന്ത് പറഞ്ഞാലും 1:1 റൂളാണല്ലോ ബാഴ്സലോണക്ക്. അത് മാത്രമേ പറയാനുള്ളൂ. ഫിനാൻഷ്യൽ സിറ്റുവേഷനാണ്, അറിയാടേ. പക്ഷേ എന്നാലും നമ്മളൊരു സങ്കടം കൊണ്ട് പറയാം. അങ്ങനെ ഫ്രങ്കി ഡി ജോങ്ങിന് റെഡ് കാർഡ് കിട്ടുന്നു. അദ്ദേഹം ആ ഒരു ആസ്പാസിൻ്റെ കാലിൻ്റെ മുകളിൽ ചവിട്ടിയിട്ട്, ഓക്കെ, അത് പ്രോപ്പർ റെഡ് തന്നെ. സെക്കൻഡ് യെല്ലോ ആണ് കൊടുക്കുന്നു. ആദ്യം ഫസ്റ്റ് ഹാഫിൽ എന്തോ ഒരു സ്ലൈഡിങ്ങിന് ഫ്രങ്കി ഡി ജോങ്ങിന് ഓൾറെഡി ഒരു യെല്ലോയിലായിരുന്നു. അങ്ങനെയാണ് ഇത് വീണ്ടും റഫറി കണ്ടത് റെഡ് കാർഡാണ്. ഫ്രങ്കി ഡി ജോങ്ങും പിന്നെ ഒന്നും പറയാൻ പോയില്ല, കാരണം അദ്ദേഹത്തിന് എന്നുള്ള മിസ്സാണ്. അറിയാതെ ചവിട്ടിയതാണ്. ബട്ട് സ്റ്റിൽ അതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഫൗളാണ്. സെക്കൻഡ് യെല്ലോ കിട്ടുന്നു, റെഡ് കാർഡ് കയറുന്നു, പോകുന്നു. ഇത്രയൊക്കെയാണ് ഈ ഒരു മാച്ചിൽ നടന്നത്. 4-2 എന്നുള്ള സ്കോറിന് ബാഴ്സലോണ വിജയിക്കുന്നു. ലാ ലിഗയിൽ കുതിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി നെക്സ്റ്റ് ബാഴ്സലോണ മാച്ചിൽ കാണാം. താങ്ക് യു സോ മച്ച്.